ശരി, ഇപ്പോൾ ലിജോ മോൾ മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം നേടിയ ലിജോ മോൾ നമുക്കൊപ്പം ചേരുകയാണ്. ലിജോ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. എന്താണ് പറയാനുള്ളത്? ചേച്ചിയാണോ? അതെ, ആ ഭാഗ്യം എനിക്ക് കിട്ടി. അതെ, ഒരുപാട് സന്തോഷം. അല്ലാതെ എന്താ പറയണ്ടെന്ന് അറിയില്ല. പ്രതീക്ഷിച്ചിരുന്നോ ലിജോ? ഇല്ല ഇല്ല, ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് നടന്ന സംഭവം കോമ്പറ്റീഷനിൽ ഉണ്ടെന്ന് പോലും അറിയില്ലായിരുന്നു. ആരാണ് ആദ്യം വിളിച്ചറിയിച്ചത്? ഇതിന്റെ തന്നെ പ്രൊഡ്യൂസർ അനൂപേട്ടൻ പറഞ്ഞിരുന്നു. അപ്പോ എന്തായാലും അത് കഴിഞ്ഞിട്ട് പ്രഖ്യാപനം വരുമ്പോ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആണോ? നടന്ന സംഭവത്തെ കുറിച്ച് പറയൂ. എത്രത്തോളം എഫേർട്ട് ഇട്ടിരുന്നു ആ ചിത്രത്തിൽ? എനിക്ക് തോന്നുന്നത് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ ആയിരുന്നു ധന്യയുടേത്. ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും തന്നെ കേൾക്കുന്നതാണ്. അപ്പം സ്ത്രീകൾക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. അങ്ങനെ എനിക്ക് രാജേഷ് ചേട്ടനും ഇതിന്റെ റൈറ്റർ രാജേഷ് ചേട്ടനും ഡയറക്ടർ വിഷ്ണു ചേട്ടനും കൂടി വന്ന് എൻ്റെ അടുത്ത് കഥ പറയുമ്പോഴും എനിക്ക് ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ തീർച്ചയായും ഈ പറഞ്ഞ രണ്ടുപേരുടെയും ഇൻപുട്സും ഉണ്ട്. അങ്ങനെ ചെയ്തതാണ് ധന്യയുടെ ക്യാരക്ടർ. എന്തായാലും ഇപ്പൊ അതിനൊരു അവാർഡ് ലഭിച്ചതിൽ സന്തോഷം. ഒട്ടും പ്രതീക്ഷിച്ചില്ല, പക്ഷെ കിട്ടിയതിൽ സന്തോഷം. ഈ സ്റ്റേറ്റ് അവാർഡൊക്കെ നമുക്ക് എത്രത്തോളം ഊർജം തരുന്നുണ്ട് ലിജോ? ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി അങ്ങോട്ടേക്കും നല്ല നല്ല ക്യാരക്ടേഴ്സും നല്ല നല്ല സിനിമകളുടെയും ഭാഗമാകാനുള്ള ഒരു ഊർജം തന്നെയാണ് ഈ പറഞ്ഞ പുരസ്കാരം. സംസാരിക്കാൻ പറ്റുന്നില്ല, അതാണ്. ഇത് എല്ലാരുമായിട്ട് ഷെയർ ചെയ്തോ? വീട്ടിലെല്ലാരും അറിഞ്ഞോ? വീട്ടിലെല്ലാരോടും പറഞ്ഞു. ആഘോഷാണോ അവിടെ? അറിയില്ല എന്താണ്, സന്തോഷമാണോ മനസ്സിലായി. എല്ലാരും ഹാപ്പിയാണ്. പുതിയ സിനിമകൾ ഏതൊക്കെയാണ്? പുതിയ സിനിമ ഇപ്പോ ഒരു എഡിറ്റർ കിരൺദാസ് ഏട്ടന്റെ ഫസ്റ്റ് പ്രൊജക്ട് ആണ്. ഡെബ്യൂ ഡയറക്ടറായിട്ട് ഷാഹിക്കാണ് എഴുതുന്നത്. കുഞ്ചാക്കോവനാണ് അതിൽ ലീഡ് ചെയ്യുന്നത്. അപ്പോ ആ സിനിമയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആഷിക്കേട്ടന്റെ OPM സിനിമാസിന്റെ ബാനറിൽ മനു ആന്റണി, മനുചേട്ടനും എഡിറ്ററാണ്. അപ്പൊ മനുചേട്ടന്റെയും ഫസ്റ്റ് ഫിലിം ഡെബ്യൂ ആയിട്ടുള്ള ഒരു സിനിമയുണ്ട്. അത് കുറ്റ്യാടിയിൽ ഷൂട്ട് ചെയ്ത്. രണ്ടുമാണ് ഇപ്പം മലയാളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തമിഴിലെ പ്രിയപ്പെട്ടത് ആരായിരുന്നല്ലോ? തമിഴിലെ പുതിയ സിനിമകൾ ഏതെങ്കിലും ഉണ്ടോ? തമിഴിൽ ഒരെണ്ണം ഉണ്ട്. അതൊരു വിജയ് സേതുപതി മൂവിയാണ്. കാത്തി എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയൊക്കെ ചെയ്തിട്ടുള്ള ബാലാജി എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ ഒരു മൂവി. അതും പാരലലി ഷൂട്ട് നടക്കുന്നുണ്ട്. എനിക്ക് എന്തായാലും ഇനി ഡിസംബർ ആവും തുടങ്ങാൻ. എവിടെയാണുള്ളത്? ഇപ്പൊ നിലവിൽ കൊച്ചിയിലുണ്ട്. കൊച്ചിയിലാണ്. എന്തായാലും ഗംഭീരം കേട്ടോ, നന്നായി പോട്ടെ. ഓൾ ദി ബെസ്റ്റ്, കൺഗ്രാറ്റുലേഷൻസ് അഗെയിൻ. ഒരുപാട് നല്ല സിനിമകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ശരി ടീച്ചർ, താങ്ക് യു സോ മച്ച്. മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം നേടിയ ലിജോ മോൾ ജോസാണ് നമ്മളോട് സംസാരിച്ചത്. ഇത്തരത്തിൽ നിരവധി പുരസ്കാരങ്ങൾ, എല്ലായിടത്തും സന്തോഷം. പ്രത്യേക ജൂറി പരാമർശത്തിൽ ആസിഫ് അലി ഉണ്ട്. കിഷ്കിന്ദ കാണ്ഡത്തിന് ആസിഫ് അലിക്ക് പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. ഒപ്പം ARMലെ അഭിനയത്തിന് ടോവിനോ തോമസിനും പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിരിക്കുകയാണ്. മികച്ച നടൻ മമ്മൂട്ടിയാണ്. ഭ്രമയുഗത്തിലൂടെ മമ്മൂട്ടി സ്വന്തമാക്കിയിരിക്കുന്നു. നവാഗത സംവിധായകനായി ഫാസിൽ മുഹമ്മദ് ഫെമിനിച്ചി ഫാത്തിമയിലൂടെ ഫാസിൽ ആ പുരസ്കാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം വേടനാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ ഭവ്യ തുടരുന്നുണ്ട്. ഭവ്യ, ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ മഞ്ഞുമ്മൽ ബോയ്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത് അല്ലേ? ത്തിൽ സംശയമില്ല. 10ഓളം പുരസ്കാരങ്ങളാണ് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയ്ക്ക് ലഭ്യമായത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. അശ്വതി, നമുക്കറിയാം 200 കോടി ക്ലബിൽ കയറി മുന്നേറിയ മഞ്ഞുമ്മൽ ബോയ്സ് സംസ്ഥാന പുരസ്കാര വേട്ടയിലും ഗംഭീര പ്രകടനം കാഴ്ചവെച്ചു എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. മികച്ച ചിത്രം, സംവിധായകൻ, സ്വഭാവ നടൻ, ഛായാഗ്രഹകൻ, തിരക്കഥ, കഥാസംവിധാനം, ഗാനരചയിതാവ്, ശബ്ദമിശ്രണം, ശബ്ദരൂപകൽപ്പന, കളറിസ്റ്റ്, അങ്ങനെ 10 പുരസ്കാരങ്ങളാണ് ഈ ചിത്രം നേടിയത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. 2024 അങ്ങ് മഞ്ഞുമ്മൽ ബോയ്സ് തൂക്കി എന്ന് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ 10 പുരസ്കാരങ്ങളാണ് ഈ ഒരൊറ്റ സിനിമ മാത്രം നേടിയത്.
ഒരു കൊമേഴ്ഷ്യൽ ചിത്രം, അതും കേരളവും കടന്ന് നമ്മുടെ നാടും കടന്ന് പുറത്തുപോയി അത്ര ഇന്ത്യയെ തന്നെ ഞെട്ടിച്ച ഒരു സിനിമ എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. ആ മഞ്ഞുമൽ ബോയ്സാണ് ഇപ്പോൾ ഇതാ സംസ്ഥാന പുരസ്കാര വേട്ടയിലും മിന്നും പ്രകടനം, ഗംഭീര പ്രകടനം കാഴ്ചവെച്ച് മുന്നേറിയത്. അതോടൊപ്പം തന്നെ പരിശോധിക്കേണ്ടത് ലെവൽ ക്രോസ്, കിഷ്കിന്ദ കാണ്ഡം എന്നീ ചിത്രങ്ങളിലെ മികച്ച പ്രകടനത്തിനുള്ള ആസിഫ് അലിയുടെ അഭിനയമാണ്. ആ അഭിനയം തന്നെയാണ് അദ്ദേഹത്തെ പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹനാക്കിയത്. അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രമാണ് ടൊവിനോ തോമസിനെ സംസ്ഥാന പുരസ്കാര തിളക്കത്തിലേക്ക് എത്തിച്ചത്. അഭിനയത്തിനുള്ള പ്രത്യേക പരാമർശമാണ് ഈ ചിത്രത്തിലൂടെ ടൊവിനോ നേടിയത് എന്നതാണ് ശ്രദ്ധേയം. അതോടൊപ്പം തന്നെ മികച്ച സ്വഭാവ നടനായി സൗബിൻ ഷാഹിറും സ്വഭാവ നടിയായി നമ്മളിപ്പോൾ സംസാരിച്ച ലിജോ മോളും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഹരിശങ്കറാണ് മികച്ച ഗായകൻ, മികച്ച ഗായിക സെബാറ്റോമിയാണ്, വേടനാണ് മികച്ച ഗാനരചയിതാവ്, സൈനോരയും ഭാസി വൈദ്യവും മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള പുരസ്കാരവും സ്വന്തമാക്കിയിരിക്കുന്നു. തൃശൂർ രാമനിലയത്തിൽ മന്ത്രി സജി ചെറിയാനാണ് ഈ പുരസ്കാരങ്ങളെല്ലാം പ്രഖ്യാപിച്ചത്. പ്രത്യേക ജൂറി കണ്ട് വിലയിരുത്തിയ ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട 38 ചിത്രങ്ങളാണ് അവസാന റൗണ്ടിലേക്ക് എത്തിയിരുന്നത്. അതിൽ നടൻ പ്രകാശ് രാജ് അധ്യക്ഷനായ അന്തിമ ജൂറിയുടെ പരിഗണനയിൽ വന്നത് ഈ 38 ചിത്രങ്ങൾ. അതിൽ നിന്നാണ് ഇപ്പോൾ പ്രധാനമായും ബ്രഹ്മയുഗത്തിന്റെ സംവിധായകൻ രാഹുൽ നമുക്കൊപ്പം ചേരുകയാണ്. രാഹുൽ, കൺഗ്രാറ്റുലേഷൻസ്. എന്താണ് പറയാനുള്ളത്? സന്തോഷം. happy, so overwhelmed. Thank you so much. മമ്മൂക്കയെ കുറിച്ച് കൂടി ഈ സമയത്തൊന്ന് പറഞ്ഞു പോകണമല്ലോ. for me. ശരി, വളരെയധികം നന്ദി ശ്രീ രാഹുൽ. ഭ്രമയുഗത്തിൻ്റെ സംവിധായകനാണ് നമ്മളോട് സംസാരിച്ചത്. വലിയ സന്തോഷം എന്ന് അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ഭവ്യ തുടരുന്നുണ്ട്. ഭവ്യ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. എന്തായാലും ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ചിത്രങ്ങൾക്കൊപ്പം കലാമൂല്യമുള്ള ചിത്രങ്ങളാലും സമ്പന്നമായിരുന്നു 2024 എന്ന് അടിവരയിടുന്നതാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത്. അത്തരത്തിലുള്ള മികച്ച ചിത്രങ്ങളാണ് 2024 മലയാളത്തിന് സമ്മാനിച്ചത്. അത് മലയാളത്തിൽ മാത്രമല്ല, ഇന്ത്യൻ ഭാഷകളിൽ പോലും മലയാളം നിറഞ്ഞു നിന്നു എന്നുള്ളത് തന്നെയാണ് അശ്വതി ഏറെ ശ്രദ്ധേയമായ കാര്യം. അത്രമാത്രം ഇന്ത്യയിൽ പോലും കേരളത്തിനപ്പുറത്തേക്ക് ഈ രാജ്യം മുഴുവൻ ശ്രദ്ധ നേടിയ സിനിമകൾ ഒന്നാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന മഞ്ഞുമൽ ബോയ്സ്, ഒപ്പം പ്രേമലു തുടങ്ങിയ ചിത്രങ്ങളല്ലേ. ഇതൊക്കെ മലയാളമാണ് ഈ രാജ്യത്തിന് സമ്മാനിച്ചത്. അത്തരത്തിൽ ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കുന്ന സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ഓരോ വിഭാഗത്തിനും ഏതൊക്കെ തിരഞ്ഞെടുക്കും എന്നുള്ളത് ഏറെ ജൂറിയെ സംബന്ധിച്ച് തന്നെ നേരത്തെ നമ്മൾ ജൂറി ചെയർമാൻ പറയുന്നത് കേട്ടതാണ്. ഏറെ ബുദ്ധിമുട്ടായിരുന്നു. അത്രമാത്രം മികച്ച സിനിമകൾ, അത്രത്തോളം പ്രതിഭകളുടെ സിനിമകൾ 2024 മലയാളിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം ജനപ്രീതിയും കലാമൂല്യവും അവകാശപ്പെടാൻ സാധിക്കുന്ന ഇൻഡസ്ട്രിയാണ് മലയാളമെന്ന് ഒരിക്കൽ കൂടി ഇന്ത്യൻ സിനിമയോട് വിളിച്ചു പറയുന്നതാണ് ഇത്തവണത്തെ ചലച്ചിത്ര പുരസ്കാരം എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും പ്രേക്ഷക പ്രീതി വാനോളം ഉയർത്തിയ മഞ്ഞുമൽ ബോയ്സ് മലയാളത്തിൻ്റെ അഭിമാനമാവുകയാണ്. 10ഓളം പുരസ്കാരങ്ങൾ സ്വന്തമാക്കി മലയാളത്തിൻ്റെ അഭിമാനമാവുകയാണ് മഞ്ഞുമൽ ബോയ്സ്. കോടി ക്ലബിലും കലാപരമായും